ശ്രീജയ്ക്ക് ഇനി വീടുണ്ട്. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ടൊവിനോ തോമസും ചേർന്ന് താക്കോൽ കൈമാറി. കളമശ്ശേരി മണ്ഡലത്തിൽ നടക്കുന്ന സ്നേഹവീട് പദ്ധതിയുടെ ആദ്യ വീടാണ് കൊങ്ങൂർപ്പിള്ളി ആശാരിപ്പറമ്പിൽ ശ്രീജയ്ക്ക് സ്വന്തമായത്. മൊത്തം 30 വീടുകളാണ് പദ്ധതിയിലുള്ളത്. കേരളത്തിൽ എല്ലാവർക്കും വീട് നൽകുക എന്നതാണ് ലൈഫ് പദ്ധതിയുടെ കാഴ്ചപ്പാട്. അതിനോട് ചേർന്നിട്ടാണ് കളമശ്ശേരി മണ്ഡലത്തിൽ സ്നേഹവീട് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. 4 വീടുകളുടെ താക്കോൽ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ വിധവകളും പെൺകുട്ടികളുടെ അമ്മമാരായവർക്കാണ് പ്രധാനമായിട്ടുള്ള പരിഗണന നൽകുന്നത്. അങ്ങനെ 30 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിക്കുന്നത്. അതിൽ 14 വീടുകളുടെ കല്ലിട്ട് കഴിഞ്ഞു. ഈ കാലാവധിക്കുള്ളിൽ തന്നെ 30 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി പി രാജീവിനൊപ്പം ടൊവിനോ തോമസും ചേർന്ന് താക്കോൽ കൈമാറ്റം നടത്തി. കുട്ടികൾക്കൊപ്പം സെൽഫി എടുക്കാനും അവരെ പരിഗണിക്കാനും പ്രിയപ്പെട്ട മിന്നൽ മുരളി മറന്നില്ല. അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന, സുരക്ഷിതമായിട്ട് കിടന്നിറങ്ങാവുന്ന ഒരു വീട് എന്ന് പറയുന്നത്. അതിന് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്. അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവുകൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഇനി ഈ ആദ്യഘട്ടത്തിൽ 30 വീടുകളിൽ ഇത് 5ാമത്തേതാണ്. 4 വീടുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനിയും തുടർന്നും ഈ 30 വീടുകൾ കൊടുത്തതിന് ശേഷവും ഇത് തുടർന്ന് പോകാൻ സാധിക്കട്ടെ. സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉള്ള അവകാശമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ 30 എന്നുള്ളത് വീടില്ലാതെ എല്ലാവർക്കും വീട് കിട്ടുന്നത് വരെയും തുടർന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് പിന്തുണയുമായിട്ട് വന്നിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, കൊച്ചി വിമാനത്താവള കമ്പനി, സുഡ്കമി, ഇൻകൽ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജഗിരി ഫൗണ്ടേഷനാണ് പദ്ധതിയുടെ നിർവഹണം. ഇതോടൊപ്പം മറ്റ് സ്ഥാപനങ്ങളുടെ സഹായവും സ്വീകരിക്കുന്നുണ്ട്. 8 ലക്ഷം രൂപയിൽ 500 സ്ക്വയർ ഫീറ്റിൽ കുറയാതെയാണ് ഓരോ വീടുകളും തയ്യാറാകുന്നത്. 5 വീടുകൾ ഇതിനോടൊപ്പം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്.